അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്നൊരു ന്യായസ്ഥാനത്തെക്കുറിച്ചാണ് ഇപ്പം ചിന്തിക്കണത്. കാര്യം സഭയിലേക്ക് ജനങ്ങൾ ന്യായസ്ഥാനപ്പെടുന്ന ഒരു ടൈമാണിത്. എന്താണ്? ശനിയാഴ്ച പെസഹ ജാഗ്രതയല്ലേ, ന്യായസ്ഥാന വെള്ളം നമ്മൾ ആശീർവദിച്ച് വെക്കുകയും ഞങ്ങൾ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, സിംഗപ്പൂർ 3200ഓളം മനുഷ്യർ, ചൈനക്കാർ ഉൾപ്പെടെ ഉള്ളവർ വേദപാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലമായിട്ട്. അപ്പോൾ അവർ ഈ പെസഹയ്ക്ക് ജ്ഞാനസ്ഥാനപ്പെട്ട് കാണും. അപ്പം ലോകം മുഴുവൻ ഇങ്ങനെ ഒരു 1,142,042 ആയില്ലേ ഇപ്പം കത്തോലിക്കർ. ഇപ്പോഴാണ് ആ കണക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ 20,000 പേരോളം ഫ്രാൻസിൽ ഈ ദിവസം ജ്ഞാനസ്ഥാനപ്പെട്ടു. പല രാജ്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്, കർത്താവിൻ്റെ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നത്. ഇപ്പം സഭയോട് നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ ജ്ഞാനസ്ഥാന വ്രതം നവീകരിക്കത്തില്ലേ, അപ്പോഴും പെസഹ ജാഗരത്തിൽ ഒരു ചോദ്യം ചോദിക്കും. ജ്ഞാനസ്ഥാന വ്രതം ആശീർവദിക്കണ ഇടക്ക് എന്താ ചോദിക്കണത്? നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ എന്ന് ചോദിക്കത്തില്ല. അവർ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. പിന്നെ അച്ഛൻ ചോദിക്കുന്ന അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ആർഭാടം എന്താണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലേ? ഈ അച്ഛനെ അറിയാമെന്നറിയത്തില്ല. അപ്പോൾ ആർഭാടങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾക്കാർ രാത്രിയാണ് സംഭവിക്കണത്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ അപ്പം കുറച്ചുപേർ ഉറക്കമായിരിക്കും. എന്തായാലും അവർക്കൊരു പിടിയും കിട്ടത്തില്ല. എന്നാലും പറയും ആർഭാടം ഉപേക്ഷിക്കണമെന്ന് പറയും. ഈ 90% ആൾക്കാരും പിശാചിൻ്റെ ആർഭാടം എന്താണെന്ന് അറിയത്തില്ല. ഉപേക്ഷിക്കണമെന്ന് വെറുതെ പറയണതാണ്. എന്താണ് ഉപേക്ഷിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഉപേക്ഷിക്കും. എന്താ ശരിക്കും പറഞ്ഞാൽ ലേർ ഓഫ് സിൻ, ഡു യു ഡിനൈ ദ ലേർ ഓഫ് സിൻ, LURE, ലേർ ഓഫ് സിൻ എന്ന് വെച്ചാൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ്. പാപത്തെ ഉപേക്ഷിക്കുന്നു മാത്രമല്ല, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ പാപം. ഇപ്പോൾ ഒരുത്തൻ വെള്ളം അടിച്ചു, വെള്ളം അടിക്കണമല്ല പ്രശ്നം, അതിനുശേഷം അവൻ കിറ്റായിട്ട് നടക്കും. എൻ്റെ ആർഭാടം അതാണല്ലേ. അപ്പം ഈ ആർഭാടത്തിൽ വേറൊരു സാധനമുണ്ട്. ചില ആൾക്കാർ വെള്ളം അടിച്ച് വീട്ടിൽ വന്നെ എന്താ അറിയാവാ, അതുകൊണ്ട് കുറച്ച് സേഫായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എന്ന് പറഞ്ഞാൽ ഭാര്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കത്തില്ല, മക്കൾ സംസാരിക്കത്തില്ല, അപ്പന് വെള്ളമാണെന്ന് പറയും. അപ്പം കേൾക്കണുണ്ടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ചെല്ലത്തില്ല. അതിൻ്റെ സുഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ചുമ്മാ 2 വീശി അവിടെ ഇരുന്നാൽ മതി. അതാണ് ആർഭാടം എന്ന് പറയേണ്ട കാര്യം. പാപത്തിന് അതിൻ്റെ ആർഭാടങ്ങളുണ്ട്. അത് നമുക്ക് തരുന്ന സന്തോഷങ്ങളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ചിലർ 8ാം ക്ലാസ്സിലെ പിള്ളേർ വരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇത് ലിപ്സ്റ്റിക്ക് തേച്ചവൻ്റെ കുർബാന സ്വീകരിക്കാൻ വരും. ഇപ്പം ഞാൻ ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുന്ന ശരി, എന്തിനാ അവർ ലിപ്സ്റ്റിക്ക് തേച്ചുകൊണ്ട് ഈ കുർബാന സ്വീകരിക്കാൻ വരണത്? കുർബാനയെ വരെ ലിപ്സ്റ്റിക് ചുവപ്പും നിറവായിരിക്കും. എന്താ അവർ ഉദ്ദേശിക്കേണ്ടത്? അതുകൊണ്ട് ഇത് പണ്ട് ചെയ്യുമായിരുന്നു ചിലരേ ചെയ്യത്തുള്ളത്. പണ്ട് ഈ നാടക നടിക്കാരും സിനിമാ നടികളൊക്കെ ഏതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 8ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്, അത് 10ാം ക്ലാസ്സിലെ പിള്ളേർ ചെയ്യുന്നുണ്ട്, ചില ചെയ്യുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിക്കണത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇന്ത്യയിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം. ഇപ്പം മദാമ അത് ചെയ്തുകൊണ്ട്, ഇപ്പം വെള്ളക്കാരത് ചെയ്തുകൊണ്ട് നമുക്കത് കുറ്റം പറയാൻ പറ്റുകയില്ല. ഞാൻ ചെന്ന രാജ്യങ്ങളിലെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ ചുണ്ടെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വരണ്ട് പിടിക്കുക. നമുക്കും വരണ്ട് പിടിക്കും. അപ്പം അവർ അവിടെ എന്തെങ്കിലും ചുണ്ടിൻ്റെ വരൾച്ച എന്ന് പറയുന്നത്, അവരത് എന്തെങ്കിലും ഒരു സംഭവം അവിടെ തേക്കും. അത് ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടി അവിടെ ചോന്നിരിക്കും. പക്ഷെ എന്നാ പറ്റുക വെച്ചാൽ മുഖം വേറെ ചുണ്ട് വേറെ ആയിട്ടിരിക്കും. അതാണ് ഒരു പ്രശ്നം. മുഖം വേറെ ചുണ്ട് വേറെ ആയിട്ടിരിക്കും. പിന്നെ അവർ കണ്ട് അതിൻ്റെ അകത്തൊരു ഇരിക്കണുണ്ട്. പക്ഷേ ഇന്ത്യക്കാരന് ആ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇവിടെ ആരുടെയും ചുണ്ട് വരണ്ടു പോകത്തൊന്നുമില്ല. ഇവിടെ എന്തിനാ? മറ്റുള്ളവർ നമ്മളെ കാണാൻ വേണ്ടിയാണ്. ആമ്പിള്ളേർ നമ്മളെ കാണാൻ വേണ്ടിയും അത് നല്ലതാണല്ല, സൂപ്പറായിരിക്കണമല്ല, ക്യൂട്ടാണെന്നല്ല എന്നൊക്കെ പറയും. അതാണ് ഈ ആർഭാടങ്ങൾ എന്ന് പറയുന്നത്. ലർ ഓഫ് സിൻ. നിങ്ങളെ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നു. അതിൻ്റെ അകത്ത് എല്ലാം വരും. നമ്മുടെ ബോഡി പാർട്ടുകൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ, എന്നിട്ട് നമ്മൾ അതിലൂടെ അവരുടെ ആകർഷണം നമ്മൾ വാങ്ങിച്ചെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെല്ലാം പാപത്തിൻ്റെ ആർഭാടങ്ങളാണിതെല്ലാം. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കും. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വിശ്വാസത്തിനും ആർഭാടങ്ങളുണ്ടാകും. വിശ്വാസത്തിൻ്റെ ആർഭാടം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. വിശ്വാസത്തിൻ്റെ ആർഭാടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗതിക സാഹചര്യവും ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഭൗതിക സാഹചര്യമാണ് വിശ്വാസത്തിൻ്റെ ആർഭാടം. ഇപ്പം ഉദാഹരണത്തിന് വിശ്വാസത്തിൻ്റെ ആർഭാടം ദൈവം ചിലപ്പോൾ എടുത്തു മാറ്റും. നല്ല കറക്റ്റ് വിശ്വാസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ആർഭാടം എടുത്തു മാറ്റും, ഭൗതിക സാഹചര്യം എടുത്തു മാറ്റും. ഇപ്പം പത്രോസ് ദേവാലയത്തിൽ പോകത്തില്ലേ? അതാ വിശ്വാസം അനാർഭാടമായിട്ടാണ് പോണത്. ദേവാലയത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് ആർഭാടമില്ലാതെയാണ് പത്രോസ് കയറി പോണത്. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. അതാ വെള്ളിയുമില്ല, സ്വർണവുമില്ല, ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ കട്ടൻ ചായ കുടിക്കാൻ കാശ് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതാണ്. പക്ഷേ തനി വിശ്വാസം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ പോലെ. പണ്ടിത് പഠിപ്പിച്ച ഇയാളാണ് ഈ പത്രോസിനെ കർത്താവ്. ഒരു മീൻ കരുനന്തനില്ലാത്ത കടലിൽ വലറിയാൻ പഠിപ്പിച്ചപ്പോഴും പത്രോസ് ഇത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ കടലിൽ മീനില്ല, ഈ കടലിൽ കരുനന്തം പോലും ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇയാൾ പറയണത്. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. അന്നും പുള്ളി കയ്യിലില്ലാഞ്ഞ കാര്യം പറഞ്ഞു, കടലില്ലാഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ കടലിൽ കരുനന്തം പോലും ഇല്ല, വലിയ മീനുമില്ല, ചെറിയ മീനുമില്ല. എങ്കിലും നീ പറഞ്ഞത് കൊണ്ട് ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെയും വിശ്വാസത്തെ ഭൗതിക സാഹചര്യങ്ങൾ വെട്ടിമാറ്റിയിട്ട് അനാർഭാടമായിട്ട് ജീവിക്കേണ്ടി ഒരു അവസരം വന്നിരിക്കുകയാണ്. പറയുന്നത് പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ കയ്യിലൊരാളുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ. എന്തെല്ലാം സംഭവം ഉണ്ടായാലും, പണം പോയാലും ആരോഗ്യം പോയാലും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പണം പോവും, നമ്മൾ കടക്കാരാവും, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷേ ക്രിസ്തു ഒരിക്കലും പോകത്തില്ല. ഞാൻ പണ്ട് ഇതിനേക്കാൾ ആരോഗ്യവാനായിരുന്നു. എനിക്ക് ഭക്ഷണങ്ങളൊക്കെ പലതും അത്യവാണി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കിഡ്നിയുടെ കുറേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ, നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ നോക്കിയേ, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. ഈ അനാരോഗ്യകരമായ സാഹചര്യത്തിലാണ് ഞാൻ ഈ 12 രാജ്യങ്ങളിൽ സുവിശേഷ വേല ചെയ്തിരിക്കുന്നത്. അതെന്താ കാര്യം? പൊന്നും വെള്ളിയും നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കടം വന്നു, അല്ലെ പരീക്ഷ തോറ്റു, അല്ലെ കെട്ടിയ കല്യാണം പറഞ്ഞു വെച്ച കല്യാണം പോയി, അല്ലെങ്കിൽ പറഞ്ഞു വെച്ച വിസ പോയി, അല്ലെങ്കിൽ വിസ കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തു നിങ്ങൾക്കൊന്നും പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡൗൺ ആകരുത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഡൗൺ ആവരുത്. അപ്പോൾ സന്തോഷമായിരിക്കണം. എന്തെല്ലാം നഷ്ടപ്പെട്ടു, ഉറ്റവർ പോയാലും ഉടയവർ പോയാലും പോകാത്ത ഒരാളാണ് ക്രിസ്തു. ആ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ട്, അത് ഓർത്തേക്കണം. അവൻ്റെ കൂടെ നമുക്ക് ജീവിക്കാം, അതിജീവിക്കാനും പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ഞാൻ കാട്ടൂർ സെയിൻറ്റ് മർക്കസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് +2 പഠിച്ചിരുന്ന സമയത്ത്, അവളൊരു റോവിംഗ് പ്ലെയറാണ്. അപ്പോൾ +2 പഠിച്ചിരുന്ന സമയത്ത് കൃത്യമായി സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നതിനാൽ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. പരീക്ഷാ സമയത്ത് അവൾ കോമ്പറ്റീഷനുമായി മഹാരാഷ്ട്രയിലായിരുന്നു. പരീക്ഷയുടെ 2 ദിവസം മുന്നെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്തായാലും മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാം. അപ്പം ഞാനിവിടെ പറ്റയായത് കാരണം നേരത്തെ വന്ന് ക്യൂവിൽ നിന്ന്, കൊച്ചു ഹോസ്റ്റൽ, ആലപ്പുഴ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നിയമം വീട്ടിൽ വിടുകയില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഒന്ന് മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് മാഡത്തിനോട് പറഞ്ഞത് കാരണം മാഡം 2 മണി വരെ സമയം പറഞ്ഞ്, 2 മണിക്ക് തിരിച്ച് ചെല്ലണമെന്ന് പറഞ്ഞ്.
അപ്പം ഞാൻ വേഗത്തിലാകാമെന്ന് കരുതി ഇവിടെ വന്ന് ക്യൂ നിന്ന് ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രദേശം പറഞ്ഞ് ഹോൾ ടിക്കറ്റ് കാണിക്കാതെ ഇത് ടോക്കൺ തരാൻ പറ്റത്തില്ല, മോള് തന്നെ വരണമെന്ന്. വീണ്ടും ഞാൻ പോയി ബാക്കിൽ നിന്ന് നിര നിന്ന് ഫ്രണ്ടിൽ വന്ന്, അപ്പോഴും കൊച്ചു വന്നിട്ടില്ല. 3-ാം പ്രാവശ്യവും ഞാൻ ഇതുപോലെ ബാക്കിൽ നിന്ന് ക്യൂ നിന്ന് ഫ്രണ്ടിൽ വന്ന സമയത്ത് ഇവള് 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. പക്ഷേ അപ്പോൾ അധികം പിള്ളേരുണ്ടായിരുന്ന കാരണം അത്രയും പിള്ളേർക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഇനി അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് ടോക്കൺ തരാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സമയം അങ്ങ് കടന്നു പോകുന്നു, 12 മണിയൊക്കെ ആകുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പിള്ളേരായപ്പോഴത്തേക്ക് ബ്രദർമാർ ടോക്കൺ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഒരു 100 സംതിങ് ടോക്കൺ നമ്പർ കിട്ടി. അപ്പം ഞങ്ങൾ ഇവിടെ അൾത്താരെ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാ പിള്ളേരെയും നിർത്തി ഇങ്ങനെ ബ്ലെസ് ചെയ്ത് വിടുന്നു. ഞങ്ങൾ കയറാനായിട്ട് അങ്ങ് ആയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ഇനി ഒരു കാര്യം ചെയ്യും, 1:30 ആയി, അപ്പോൾ ഇനി നിൽക്കുന്ന കുട്ടികൾ ചോറൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ വന്നാൽ മതി, എല്ലാവർക്കും അച്ഛൻ അനുഗ്രഹം തന്നേ വിടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് സമയം 1:30 ആയി, ഇവൾക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. എനിക്കും ആകെപ്പാടെ സങ്കടമായി, കാരണം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയില്ലല്ല. എന്നാലും ഞാൻ പറഞ്ഞു ഏതായാലും മാഡത്തിന് വഴക്ക് കേൾക്കണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അക്കാദമിയിലോട്ട് തിരിച്ചു പോയ ശേഷം പരീക്ഷയായപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൊച്ചു കൊണ്ടുപോകണമെന്ന്. കൊച്ചിൻ്റെ കയ്യിൽ ഓൾറെഡി അത് ഉണ്ട് താനും. പരീക്ഷയ്ക്ക് പോയി. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു പരീക്ഷ ഹാളിൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറയണം, പരീക്ഷയുടെ കാര്യം കൊച്ചു തന്നെ പറയും. എൻ്റെ പേര് അന്ന ഹെലൻ ജോസഫ്. അമ്മ പറഞ്ഞതുപോലെ പരീക്ഷയുടെ തലേ ദിവസം ആണ് ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞ് എത്തിയത്. അപ്പോഴത്തെ സീനിയർ നാഷണൽ റോവിങ് ചാമ്പ്യൻഷിപ്പ് ഞാനൊരു റോവിങ് പ്ലെയറാണ്. അപ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസമാണ് പരീക്ഷയ്ക്ക് എത്തിയത്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടുമില്ല, അതിൻ്റേതായ നല്ല ടെൻഷനും ഉണ്ട്. ഇവിടെ വന്നിട്ടാണെങ്കിൽ മാതാവിൻ്റെ ഇടയ്ക്ക് അച്ഛനെയും കാണാൻ പറ്റിയില്ല. ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ 43rd സീനിയർ നാഷണലാണ്. അപ്പോഴത്തേക്ക് റോവിങ് എന്നാണ് എൻ്റെ കോമ്പറ്റീഷൻ്റെ, തുഴച്ചിലാണ് ഈ റോവിങ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് സംസ്ഥാനത്തു നിന്നുള്ള ടീമുണ്ട് എൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നേരെ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്കൊരു പാർട്ട്ണറുണ്ട്. ഞാൻ ഡബിളാണ് ചെയ്യുന്നത്, 2 പേരുള്ളതാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു പാർട്ട്ണറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിങ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്കൊന്നും കോർഡിനേഷനോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പരസ്പരം. ആദ്യം ഒരാഴ്ചത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ ഞങ്ങൾക്ക്, കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരെ ചാമ്പ്യൻഷിപ്പിന് പോകണം. അവിടെ തന്നെ 2 ദിവസം എടുക്കും. അപ്പോഴത്തേക്ക് അതിനേക്കാളും 2 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ചെല്ലും. അപ്പോൾ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങേ ഇവിടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഒപ്പം ചേച്ചിയോട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ മുമ്പിലാണ് ചേച്ചി, ഞങ്ങൾ പുറകിലോട്ടാണ് തുഴയുന്നത്. അപ്പോഴത്തേക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുടെ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോയി ഓരോ കോർഡിനേഷനിൽ വരാനായിട്ട്. അപ്പോഴത്തേക്ക് എത്ര ചെയ്തിട്ടാണേലും കോർഡിനേഷൻ കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ കോർഡിനേഷൻ കിട്ടാത്ത, ഇങ്ങനെ പോയാൽ നമുക്ക് എങ്ങനെ മെഡൽ കിട്ടും, നീ എൻ്റെ ഒപ്പം ഇടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ചേച്ചി അത് കുഴപ്പമില്ല, എങ്ങനെ വന്നാൽ ആ സമയത്ത് നമുക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടുന്ന് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂനെക്ക് ചെന്ന് ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഹീറ്റ്സ് ട്രയലാണ്, നമുക്ക് ജസ്റ്റ് നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ട്രയലാണ് ഫസ്റ്റ് ദിവസം. പിന്നെ പിറ്റേ ദിവസം തൊട്ട് മത്സരം തുടങ്ങുവാണ്. അങ്ങനെ 2ാമത്തെ ദിവസം ചെന്നു, മത്സരം തുടങ്ങി. അപ്പോൾ നമുക്ക് ടീമൊക്കെ അറിഞ്ഞു. നമ്മളങ്ങനെ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്നപ്പോഴാണ് എന്നുമില്ലാത്ത ഓളവും കാറ്റും. അപ്പോൾ പിന്നെ ടെൻഷനായി, കാരണം കാറ്റുണ്ട്, ഓളമുണ്ട്. ഞങ്ങൾക്ക് 2 കിലോമീറ്ററാണ് റേസ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ കാറ്റ് ഓളമുണ്ട്. അതിന് മുമ്പത്തേക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ എപ്പോഴും മത്സരത്തിനായാലും പരീക്ഷക്കായാലും ട്രെയിനിങ്ങിന് പോയാലും ഞാൻ എപ്പോഴും മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. മാതാവിൻ്റെ ഉപ്പും എണ്ണയും ഞാൻ കഴിച്ചു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണറിനും മാതാവിൻ്റെ ഉപ്പും തൈലവും പൂശുകയും ഞങ്ങളുടെ ബോട്ടിലും അത് കണക്ക് തന്നെ ഉപ്പും തൈലവും എല്ലാം ഇട്ട് ഞങ്ങൾ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്നതും നേരെ അപ്പോൾ നല്ല ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഞങ്ങളുടെ വള്ളമെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് വള്ളം കൊണ്ട് പെട്ടെന്ന് കാറ്റ് പിടിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ദൈവമേ കാറ്റ് പിടിക്കരുത്, കാരണം കാറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ടേ വലിക്കത്തുള്ളൂ. അങ്ങനെ നേരെ എന്ത് ചെയ്തു, സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്ന്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസമുണ്ട്, മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, മാതാവ് ഉണ്ട് എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാർട്ട് അടിച്ചതും എന്തറിയില്ല, ഫസ്റ്റത്തെ അടിയിൽ തന്നെ അടിച്ച് കയറ്റി വെച്ചു. പിന്നെ നേരെ 2 കിലോമീറ്റർ നല്ല ലീഡിട്ട് തന്നെ ഞങ്ങൾക്ക് അടിച്ച് ഗോൾഡ് മെഡൽ തന്നെ അമ്മമാതാവ് തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. ഇതാണ് എനിക്ക് കിട്ടിയ അമ്മമാതാവ് അനുഗ്രഹിച്ചു തന്ന എൻ്റെ ഗോൾഡ് മെഡലാണിത്. അതുപോലെ തന്നെ വേറൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത് കണക്ക് തന്നെ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നിരുന്ന മത്സരമായിരുന്നത്. അതിലാണ് ഭയങ്കര ടൈറ്റാണ്, കാരണം ഞങ്ങളുടെ കൂടെ ഒപ്പം കളിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്നവരാണ്. അപ്പോഴത്തേക്ക് അവരുടെ ലെവലെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമ്മൾ അതിൽ ഇച്ചിരി കൂടെ താഴെയുള്ളവരാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ
എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കറിയില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മത്സര സമയത്ത് തന്നെ ഇത് കണക്ക് നേരെ റേസ് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും ചേച്ചിക്കും പൂശി കൊടുത്തു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ ഇതുപോലെ തന്നെ എന്നെ കണ്ടിട്ട് അവർക്കും വിശ്വാസം വന്നിട്ടുണ്ട്. അവരെൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എടി എനിക്കും കൂടെ കുറച്ച് ഉപ്പും മാതാവിൻ്റെ തൈലവും പൂശിത്താ. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങൾ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, എൻ്റെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും പൂശി കൊടുത്തു. അതേ കണക്ക് തന്നെ ഞാനും ആ മത്സരത്തിന് ഇതുപോലെ തന്നെ ബോട്ടിലും മാതാവിൻ്റെ തൈലവും ഉപ്പും ഇട്ട് എൻ്റെ പാർട്ട്ണറിനും അത് കണക്ക് തന്നെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ് ഒരു സിൽവറും അങ്ങനെ ഒരു ഗോൾഡ് മെഡലും തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. ആ സിൽവർ മെഡൽ എന്ന് വെച്ചാൽ അത് കിട്ടില്ല. കാരണം ഞങ്ങളിങ്ങനെ മൂന്നാമത് കിടക്കുന്ന സമയമാണ്. കാരണം 2 കിലോമീറ്റർ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചടിച്ച് മൂന്നാമത് എടുക്കുക. ലാസ്റ്റത്തെ 250 മീറ്ററിനും ഞാനല്ല കേട്ടോ, എൻ്റെ കൂടെ നിന്ന ചേച്ചി കൃപാസന മാതാവ് ആ സിൽവർ മെഡൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് വന്നത് ഇവിടം വരെ. ആ മെഡൽ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന് ചേച്ചി അമ്മയടിക്ക് കരഞ്ഞു പറഞ്ഞു. ഇങ്ങനെ ആ റേസ് അടിക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, മാതാവ് ഞങ്ങൾക്ക് സിൽവർ വേണം, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, ഞങ്ങൾ ആഗ്രഹിച്ച മെഡൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ അവസാനത്തെ 250 മീറ്റർ ചേച്ചി പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് സിൽവർ മതി. അങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞു, മാതാവേ കൃപാസന മാതാവേ എന്ന് വിളിച്ച് പറഞ്ഞത് നല്ലടിയോടെ ഞങ്ങൾക്ക് ആ സിൽവർ മെഡൽ തന്നെ അമ്മ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ തീരെ പഠിക്കില്ല, ഞാൻ പഠിത്തത്തിന് ഭയങ്കര പുറകോട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ +2ൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത് എനിക്ക് മെമ്മറി ഞാൻ ഓർക്കത്തില്ല. പിന്നെ കുറേ ക്ലാസ്സും മിസ്സായിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് ഞാൻ പഠിക്കാൻ ഇച്ചിരി കൂടെ പുറകോട്ടാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ അക്കൗണ്ടൻസി പരീക്ഷ കണക്കാണോ എനിക്ക് തീരെ അറിയില്ല. ഞാനപ്പോൾ ഞാനായിട്ട് പറഞ്ഞു, അമ്മ അക്കൗണ്ടൻസി പരീക്ഷ എനിക്ക് തീരെ അറിയില്ല, അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞ് നേരെ എക്സാമിന് പോയി. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടാണ് ഒരു രക്ഷയില്ല. കാരണം ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, കണക്ക് ചെയ്യാൻ ഒന്നും അറിയില്ല. ടീച്ചർ വരെ പറഞ്ഞു കേട്ടോ, ഞാൻ തോൽക്കും, നീ +2 തോക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട, മാതാവിൻ്റെ ഉപ്പും തൈലും നീ പൂശിക്കൊണ്ട് പോയല്ലോ, നീ എന്തിനു പേടിക്കണം, മാതാവ് പരീക്ഷ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ചെന്ന് എക്സാം എഴുതി തീർന്ന്. എക്സാം എഴുതിയിട്ട് കോൺഫിഡൻസ് ഇല്ല, തോറ്റെന്ന് തന്നെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞമ്മ തോറ്റമ്മ വിട്ടേക്ക്, നമുക്ക് പിന്നെ എഴുതാമെന്ന് പറഞ്ഞ് തന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ടെൻഷനായി, ദൈവമേ തോറ്റു പോകുക, അതിന് അടുത്ത ഡിഗ്രിക്ക് കയറണം. കാരണം ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡിഗ്രി +2 ജയിച്ചാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോൾ അപ്പം അമ്മ പറഞ്ഞ് പേടിക്കണ്ട, കുഴപ്പമില്ല, മാതാവിൻ്റെ ഇതെല്ലാം ചെയ്തല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട, ടെൻഷൻ ഉണ്ടാകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ +2ൻ്റെ റിസൾട്ട് വന്നതും തോറ്റെന്ന് എഴുതിയ പരീക്ഷയ്ക്കാണ് C+ കിട്ടിയത്. ജയിക്കുമെന്ന് പറഞ്ഞ പരീക്ഷയ്ക്കും കിട്ടിയില്ല. പക്ഷേ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷക്കാണ് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നല്ല മാർക്കോടെ എനിക്ക് പാസ്സാകാൻ പറ്റിയത്. അത് അമ്മ മാതാവും ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ ഇങ്ങനെ നിൽക്കാനും അമ്മ മാതാവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റിയതും എല്ലാം അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൂടെ ഉള്ളത് കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് കൃത്യമായിട്ട് പത്രം കൊണ്ടുപോയി എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും കൊടുക്കും. ചില പള്ളികൾ ദൂരെ പോയി പള്ളികളിലും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം കൊച്ചിനൊരു ആദരവുണ്ടായിരുന്നു. ആദരവിന് ഹസ്ബൻഡ് ചെന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇവളുടെ അത്രയും പ്രായം തോന്നിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മോൾക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയാൽ നമുക്കറിയത്തില്ല അവർക്ക് കൊടുക്കുന്ന എന്തുവാന്ന്. അപ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 3 ജോഡി ഡ്രസ്സും ഇന്നറും ഒക്കെ ആയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ആ മോളുടെ അടുത്ത് ചെന്നപ്പോഴുണ്ട് 17 വയസ്സായെന്ന് പറഞ്ഞു. പക്ഷേ മുട്ടിലെഴഞ്ഞ് നടക്കുക. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങ് വല്ലാണ്ട് രൂക്ഷമായിട്ട് നോക്കിയാണ്, എന്നെ പരിചയമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ കാണാൻ വേണ്ടി ആൻറ്റി വന്നേന്ന് പറഞ്ഞ്. അപ്പോൾ അകത്തോട്ട് കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോൾക്ക് സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ പിടികിട്ടി, പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നിരങ്ങി അങ്ങ് അകത്തോട്ട് കയറി. പിന്നാലെ ഞാനും കയറി. അപ്പോൾ ചെന്നപ്പോൾ തന്നെ സമ്മാനം എന്ന് പറഞ്ഞ കാരണം അത് തുറന്നു നോക്കാനുള്ളൊരു ആഗ്രഹം കാണിച്ചു. അപ്പോൾ തുറന്ന് നോക്കി, അപ്പോൾ ഉടുപ്പാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, എനിക്കാണോ വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞു, മോക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ അതങ്ങ് ഉടുപ്പിട്ടപ്പോൾ അതിൽ സന്തോഷം നമുക്ക് സന്തോഷം കാണണമായിരുന്നു. കാര്യം അവരുടെ സന്തോഷം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനം ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുവത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഉടമ്പടികൾ പാലിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ കൂടാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്, കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്, ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്.
കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല. അത് കൃത്യമായിട്ട് ഞങ്ങൾ 7:30 ആകുമ്പോഴത്തേക്ക് ജപമാല ചൊല്ലും. അത് എല്ലാവരും കൂടി, കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഇരുന്നാണ് ജപമാല ചൊല്ലുന്നത്. ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ എനിക്ക് സമയമില്ലെങ്കിൽ കൂടി എന്നോട് ചോദിക്കും, മാതാവിൻ്റെ തൈലം വിട്ടതാ, മാതാവിൻ്റെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകാറുള്ളത്. നാവിൽ ഉപ്പും ഇട്ടിട്ടാണ് അവർ പോകാറുള്ളത്. മോള് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ കൊച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ്. ഞാനിപ്പോൾ 8 പുതുക്കി നിൽക്കുവാണ്. എനിക്ക് ഇപ്പോൾ ഈ മാസം തീരാറാകുമ്പോഴാണ് 9ാമത്തെ പുതുക്കേണ്ടത്. കൃത്യമായിട്ട് വന്ന് ഞാൻ പുതുക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ ഇവിടം വരെ എത്തിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടാനുകൂടി നന്ദി. ഇനി എൻ്റെ ജീവിതം വരെ ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലായിരിക്കും. കാരണം ഉടമ്പടി ഒരു ദിവസം പോലും ഞാൻ ഉടമ്പടി തീരുന്ന ദിവസം 91ാമത്തെ ദിവസം വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്ന ആളാണ്. കഴിഞ്ഞ മാസമാണ് ഇവിടെ തിരി വാങ്ങിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞ ഉടമ്പടി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ വന്നത്. കൃത്യമായിട്ട് ഞാൻ 91ാമത്തെ ദിവസം അല്ലെങ്കിൽ 92ാമത്തെ ദിവസം ഞാൻ കൃത്യമായിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കും. എന്നും എപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 വചനമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് നയിക്കുകയും വിജയത്തിൻ്റെ സാക്ഷിയായി പതാക പാറിക്കുവാനുള്ള ഒരവസരം തുറന്നു തരികയുമാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപക്ഷെ പരീക്ഷണങ്ങളാവാം, പരീക്ഷകളാവാം, മത്സരങ്ങളാവാം. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ദൈവകൃപയാലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി മാറുവാൻ സാധിക്കും. മേരി മൈക്കിൾ എന്ന മകൾ അന്ന ഹെലനും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയതും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ഈ മകൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു സഹോദരിയാണ്. 8 പ്രാവശ്യം പുതുക്കി, 1 പ്രാവശ്യം സാക്ഷ്യം പറയുന്നത് 2ാമത്തെ സാക്ഷ്യമാണ്. മകൾ ഒരു റോയിങ് പ്ലെയറാണ്. നാഷണൽ ലെവലിൽ പല പ്രാവശ്യവും മത്സരിച്ചിട്ടുണ്ട്. +2 പരീക്ഷയ്ക്ക് പോകുവാൻ നേരം +2 പരീക്ഷയുടെ പ്രീവിയസ് ഡേ, അതായത് തലേ ദിവസവും മഹാരാഷ്ട്രയിൽ 43rd സീനിയർ നാഷണൽ റോയിങ് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ ചാമ്പ്യൻഷിപ്പിന് കോമ്പറ്റീഷന് പോയപ്പോഴും ഈ മകൾ പറയുകയുണ്ടായി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറുമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ നല്ല കോർഡിനേഷന് കിട്ടുന്നില്ല. പക്ഷെങ്കിൽ ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബോട്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കാറ്റും കോളും ഉണ്ടായപ്പോൾ പോലും ആ റേസിൽ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ്. അങ്ങനെയാണ് ആഗ്രഹിച്ച പ്രകാരം സിൽവർ മെഡൽ ലഭിക്കുകയും മഹാരാഷ്ട്രയിൽ നിന്ന് എക്സാമിൻ്റെ തലേ ദിവസം തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീട് പരീക്ഷയുടെ ദിവസങ്ങളാണ്. നല്ല പ്രിപ്പറേഷനില്ല, ഒത്തിരി ദിവസം ആബ്സെൻ്റ് ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം ഈ മകൾക്ക് നല്ല ഉറച്ച വിശ്വാസത്തോടെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 43rd സീനിയർ നാഷണൽ റോയിങ് ചാമ്പ്യൻഷിപ്പിന് പോയപ്പോഴും ഏതോ ഒരു നിമിഷത്തിൽ കൈവിട്ട് പോയി എന്ന് തോന്നിയപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആ പാർട്ട്ണർ പ്രാർത്ഥിച്ചത്, കൃപാസന മാതാവെ രക്ഷിക്കണമേ, സിൽവർ മെഡൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രാർത്ഥിച്ച ഫലമായിട്ട് അവർക്ക് സിൽവർ മെഡൽ കിട്ടുകയും ആ ഓൾറെഡി എക്സ്പീരിയൻസ് ഈ മകൾക്കുണ്ട്. അതിൻ്റെ അനുഭവത്തിലാണ് വീണ്ടും പരീക്ഷയുടെ സമയത്ത് ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അവിടെയും ഈ മകൾക്ക് റിസൾട്ട് പാസ്സാകാൻ സാധിച്ചു. ഇവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് നോക്കിയെങ്കിൽ പഠിക്കുവാനുള്ള സമയം കുറവായിരുന്നു. മെറിറ്റില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ അത് പാസ്സാകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന കോമ്പറ്റീഷന് ജൂൺ 24
റോവിങ് അണ്ടർ 23, അതായത് ഏഷ്യൻ ഗെയിംസിനുള്ള സെലക്ഷനായിരുന്നു. അവിടെയും ഈശോയും അമ്മയും വളരെ നല്ല രീതിയിൽ ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എവിടെ പോയാലും കാശ് രൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലം തേച്ച്, അത് പല പ്രാവശ്യം വീണ്ടും വീണ്ടും ഈ മകൾ ആവർത്തിച്ച് പറഞ്ഞത് ഉടമ്പടി തൈലവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പിൻ്റെ കാര്യമാണ്. വീണ്ടും വീണ്ടും എല്ലാ മത്സരത്തിന് പോകുമ്പോഴും എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഈ മകളുടെ കയ്യിൽ കരുതി വെച്ചത് ഉപ്പും വെഞ്ചരിച്ച കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവുമാണ്, അതായത് ഉടമ്പടി തൈലം. ആ ടൈം വളരെ ഷോർട്ടായിരുന്നു, കാരണം പ്രാക്ടീസിന് എടുത്ത സമയം ഒരാഴ്ചയാണ്. 2-3 ആഴ്ചയെങ്കിലും വേണം പ്രാക്ടീസിന്. പക്ഷേങ്കിൽ അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെയും കൃപ കൊണ്ട് കോർഡിനേഷന് കിട്ടുന്നില്ലായിരുന്നില്ല. പിന്നീട് അവിടെ കോമ്പറ്റീഷന് പോയപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് ഇറ്റ്സെൽഫ് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് അവിടെയും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് റോയിങ് അണ്ടർ 23 ഏഷ്യൻ ഗെയിംസിൽ സെലക്ഷനായി ഗോൾഡ് മെഡൽ കിട്ടി. ഈ മകള് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗോൾഡ് മെഡലും സിൽവർ മെഡലുമായിട്ടും +2 പരീക്ഷയുടെ പാസ്സായ റിസൾട്ടും ആയിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. ഇതെല്ലാം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഈ മകൾ ഉടമ്പടിയിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളും വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾ ഇന്ന് നല്ല റിസൾട്ടോടു കൂടിയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 18:27 പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. നമ്മൾക്ക് ഓരോ പരിമിതികളുണ്ട്, പക്ഷെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 പറയുന്ന, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളെന്നാണ്. എന്ത് തന്നെ യുദ്ധമായാലും മത്സരമായാലും കോമ്പറ്റീഷനായാലും ഇൻ്റർവ്യൂ ആയാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ആ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഉറപ്പുള്ളത്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ കൂടെ ഉണ്ട്. ആ വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവൃത്തികളും ആത്മീയ ജീവിതവുമെല്ലാം ഈ കുടുംബം, ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കുടുംബമാണ്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം, വിശ്വാസ കൈമാറ്റം ചെയ്തുകൊണ്ട് മക്കൾ കൂടി വിശ്വാസത്തിലേക്ക് ആത്മീയതയിലേക്ക് വളർന്നുകൊണ്ട് പോരാനായിട്ട് ഒരു വഴി തെളിച്ചു കൊടുക്കുകയാണ്. ഈ മകൾ ഉടമ്പടി എടുത്തു. 18 വയസ്സായപ്പോഴേ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഇതെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് മക്കൾക്ക് പകർന്നു കൊടുത്ത ആ വിശ്വാസ കൈമാറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ വിജയം പാറിക്കാനുള്ള ആ സാഹചര്യം ഈശോയും അമ്മയും ഒരുക്കി കൊടുക്കുന്നത്. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലും വിജയ പതാക പാറിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ അപേക്ഷകൾ കൈക്കൊള്ളുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിയുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മേരി മൈക്കിളിനും അന്ന ഹെല്ലനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം